ഓണം കഴിയുന്നതുവരെ ആ ലിങ്ക് റോഡിൽ നിന്നുള്ള പാർക്ക് തന്നെ തുടരാൻ, നേരത്തെ പോലെ തന്നെ റിംഗ് റോഡിൽ ബസ് പാർക്ക് ചെയ്ത് ആളുകളെ ഇറക്കുന്ന ഒരു സംവിധാനം. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിനും സർവീസ് റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കും മീത്തലെ മുക്കാളിയിലുണ്ടായ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടും വടകരയിൽ അടിയന്തര യോഗം ചേർന്നു. ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിലാണ് കെ രമ MLA, ഡിവൈഎസ്പി, RDO, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട യോഗം ചേർന്നിരിക്കുന്നത്. നിർണായക തീരുമാനങ്ങൾ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. പഴയ സ്റ്റാൻഡിലുള്ള ബസ്സുകൾ ലിങ്ക് റോഡിലേക്ക് മാറ്റുക, പഴയ സ്റ്റാൻഡ് പരിസരത്ത് ഡിവൈഡർ സ്ഥാപിക്കുക ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത്. യോഗത്തിന്റെ ബാക്കി ദൃശ്യങ്ങളിലേക്ക്. വടകരയിലെ ഹെവി ട്രാഫിക് പ്രശ്നവും നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയാക്കാത്ത വിഷയവുമാണ് ഇന്ന് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്റിംഗ് വിളിച്ചു ചേർത്തത്. ബഹുമാനപ്പെട്ട കളക്ടറും ഡിവൈഎസ്പിയും RDO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ വിളിച്ചു ചേർത്തിട്ടാണ് ഇന്നത്തെ മീറ്റിംഗ് നടത്തിയത്. അതിൽ കുറേ കാലമായി വടകര അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്, പ്രത്യേകിച്ച് പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഞാൻ പറയാം. ഒന്ന്, കുറച്ച് തീരുമാനങ്ങൾ നമ്മൾ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്. അതിലൊന്ന്, അപ്പുറത്തുനിന്ന് തലശ്ശേരി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പെരുവാട്ടുംതാഴ വെച്ചിട്ട് അവിടുത്തെ ആ പാലത്തിൻ്റെ അടിയിൽ ഒഴിവാക്കിയിട്ട് അവിടുന്ന് നേരെ പഴയ സ്റ്റാൻഡിലേക്ക് കടക്കുന്ന രൂപത്തിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം. ഇങ്ങനെ ടേൺ ചെയ്ത് വരുന്നതിന് പകരം അവിടെ കോൺക്രീറ്റ് ചെയ്ത് വാഹനം താഴേക്ക് വരാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അത് 2 ദിവസം കൊണ്ട് ബുധനാഴ്ചയാകുമ്പോഴേക്കും അതിൻ്റെ പണി പൂർത്തിയാക്കിയിട്ട് അതുവഴി വാഹനം കടത്തിവിടുന്ന ഒരു തീരുമാനമാണ്. മറ്റൊന്ന്, ഈ ലിങ്ക് റോഡിൽ നിന്ന് നേരെ പോകുന്ന വാഹനം അതും ഇങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്നത്. അതും നേരെ ആ പാലത്തിൻ്റെ അടിയിൽ കൂടി കോൺക്രീറ്റ് ചെയ്ത് നേരെ ഹോസ്പിറ്റൽ റോഡിലേക്ക് കടത്തിവിടുന്ന ഒരു തീരുമാനം, ഒരു മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ ഈ വടകരയിൽ പഴയ ബസ് സ്റ്റാൻഡ് 5 വിളക്ക് ജംഗ്ഷനിൽ നിന്ന് RDO ഓഫീസ് വരെയുള്ള സ്ഥലങ്ങളിൽ നടുക്ക് ഡിവൈഡർ വെച്ചുകൊണ്ട് 2 സൈഡിലേക്കും വാഹനങ്ങൾ 2 ഭാഗത്തു കൂടെ വിടുന്ന രൂപത്തിലേക്കുള്ള കർശനമായ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് നേരത്തെ പോലീസ് അങ്ങനെ ഒരു സംവിധാനം നടത്തിയിരുന്നു. പക്ഷേ രാത്രികാലങ്ങളിൽ അത് ആരൊക്കെയോ എടുത്തുകൊണ്ടുപോയി നശിപ്പിക്കുകയും ചെയ്തു. പഴയ പോലെ തന്നെ ഓവർടേക്ക് ചെയ്ത് വാഹനങ്ങളും ഓട്ടോറിക്ഷകളും ഒക്കെ വന്നതിൻ്റെ ആ ഒരു വലിയ ട്രാഫിക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വൺ സൈഡ് മാത്രമേ, 2 അപ്പുറത്തും ഇപ്പുറത്തും 2 സൈഡാക്കി മാത്രം വാഹനങ്ങളെ നടുക്ക് ഡിവൈഡർ വെച്ചുകൊണ്ട് വേർതിരിക്കാൻ ആവശ്യമായ തീരുമാനം. അതുപോലെ തന്നെ സീബ്ര ലൈനിൽ കൂടി ക്രോസ് ചെയ്യാൻ മാത്രം ആളുകൾ ശ്രമിക്കുക എന്നുള്ളത് പരമാവധി നമ്മുടെ ഈ നാട്ടിലെ ബഹുജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സീബ്ര ലൈനിൽ ക്രോസ് ചെയ്യാം, എല്ലാ സ്ഥലത്തു നിന്നുള്ള ക്രോസിംഗ് അവസാനിപ്പിക്കുക. അവിടെ ഈ സീബ്ര ലൈനിലുള്ള സ്ഥലത്ത് പോലീസ് നിർത്തിയിട്ട് ഒരു കുറച്ച് കൂടുതൽ ആളുകൾ വരുമ്പം ക്രോസ് ചെയ്യുന്നത് സാഹചര്യം ഉണ്ടാക്കുക, അടിക്കടി വാഹനങ്ങൾ പോകുന്നത് ഒഴിവാക്കുക എന്നുള്ളതൊരു വിഷയം. പിന്നെ മറ്റൊന്ന്, ഈ ലിങ്ക് റോഡിലുള്ള നേരത്തെ ലിങ്ക് റോഡിൽ നിന്ന് മാറ്റി ഉണ്ടായിരുന്ന പാർക്കിംഗ് നമ്മുടെ റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനപ്രകാരം ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റിയിരുന്നു. ആ തീരുമാനം തൽക്കാലത്തേക്കൊന്ന് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ ഓണം കഴിയുന്നത് വരെ എങ്കിലും ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഓണം കഴിയുന്നത് വരെ ആ ലിങ്ക് റോഡിൽ നിന്നുള്ള പാർക്ക് തന്നെ തുടരാൻ, നേരത്തെ പോലെ തന്നെ റിംഗ് റോഡിൽ ബസ് പാർക്ക് ചെയ്ത് ആളുകളെ ഇറക്കുന്ന ഒരു സംവിധാനം, ഈ ചുറ്റി മാർക്കറ്റ് റോഡ് വഴി വരുന്നത് ഒഴിവാക്കി ലിങ്ക് റോഡിൽ തന്നെ ഇറക്കാനുള്ളത് താൽക്കാലികമായിട്ട് ഓണം കഴിയുന്നത് വരെയെങ്കിലും ഇപ്പോൾ നടത്താൻ അത് ഈ ഒരു കളക്ടർ നാളെ ഓർഡർ ഇടും. അതിൻ്റെ ഭാഗമായിട്ട് അതിനുശേഷം ഈ ട്രാഫിക്, ഈ സർവീസ് റോഡൊക്കെ ക്ലിയർ ചെയ്താൽ പഴയ പോലെ തന്നെയാക്കുന്ന കാര്യം ആലോചിക്കാം. തൽക്കാലം ഇപ്പം ഈ ലിങ്ക് റോഡിൽ തന്നെ ബസ് പാർക്ക് ചെയ്താനും ആളുകളെ ഇറക്കാനുമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. 5-ാം തീയതി ഒരു സമരമോ മറ്റോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പിൻവലിക്കണം എന്നുള്ളതും കൂടിയാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പം ആ തീരുമാനം അത് നടപ്പാക്കും. പിന്നെ MRAയുടെ അടുത്ത് നേരെ ആ സർവീസ് റോഡ് നേരെ അങ്ങോട്ട് പോകുന്നത്, ആ സർവീസ് റോഡ് ക്ലിയർ ചെയ്യും. എന്നിട്ട് കരിമ്പനപ്പാലത്ത് ആ സർവീസ് റോഡ് നേരെ കരിമ്പനപ്പാലത്ത് ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലുള്ള സർവീസ് റോഡ് ക്ലിയർ ചെയ്ത് 2 ഭാഗത്ത് കൂടെയും വാഹനങ്ങൾ വിടുന്ന സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് മറ്റൊരു തീരുമാനം. ആ കരിമ്പനപ്പാലമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സൈഡിൽ കൂടി മാത്രം വാഹനം പോകുന്നതാണ് ഇപ്പം വലിയ പ്രശ്നമായിരിക്കുന്നത്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലുള്ള സർവീസ് റോഡ് ക്ലിയർ ചെയ്ത് ആ സൈഡിൽ കൂടി വാഹനം വിടാനും അപ്പുറത്തുനിന്ന് വരുന്നത് ഈ സൈഡിൽ കൂടി വിടാനുമുള്ള ഒരു തീരുമാനം. അത് ഒരാഴ്ച കൊണ്ട് അത് സർവീസ് റോഡിൻ്റെ പണി പൂർത്തിയാക്കി ആ കരിമ്പനപ്പാലത്തുള്ള അത് ചെയ്യാൻ വേണ്ടിയിട്ട് NH അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ നമ്മുടെ വടകരയിലുള്ള സർവീസ് റോഡിൻ്റെ പ്രശ്നം, ആ സർവീസ് റോഡ് ഈ മഴ മാറിയാൽ ഉടനെ ഒരു 3-4 ദിവസം ഒരു ഡ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് സർവീസ് റോഡ് ക്ലിയർ ചെയ്യും. ആ സമയത്ത് ട്രാഫിക് മാറ്റം ഒരു 5-8 മണിക്കൂർ വാഹനങ്ങൾ പോകാതിരിക്കണം എന്നതാണ് NHന്റെ ആളുകൾ പറഞ്ഞത്. ആ സമയത്ത് ട്രാഫിക് തിരിച്ചുവിടാൻ ആവശ്യമായ കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രാത്രി, അതിർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ രാത്രി ആ പണിയെടുത്തുകൊണ്ട് ആ സർവീസ് റോഡ് ഏറ്റവും ഭംഗി, കൈനാട്ടി വരെയുള്ള സർവീസ് റോഡ്, കരിമനപ്പാലം മുതൽ കൈനാട്ടി വരെയുള്ള സർവീസ് റോഡ് ക്ലിയർ ചെയ്യാൻ ആവശ്യമായ തീരുമാനം
തീരുമാനവും. അതും എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ ഈ ഒരു മഴ മാറി ഉടനെ തന്നെ അവരത് പണി പൂർത്തിയാക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ കൂടി എടുത്തിട്ടുണ്ട്. ഈ ഓണമൊക്കെ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യാപാരികൾക്ക് കുറച്ചെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് അവിടെയാണ്. മാത്രമല്ല ഇവർ ഈ ബസ് നിർത്തിയിടുന്ന സമയത്ത് ഈ 2-3 റോ ആയിട്ട് നിർത്തിയിടുന്നതുകൊണ്ട് തന്നെ എപ്പോഴും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും അത് അവിടത്തേക്ക് മാറ്റുമ്പോൾ ശരിക്കും വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടല്ലേ വരുന്നത്. അല്ല, അതുകൊണ്ടാണ് താൽക്കാലികമായിട്ട് ഈ ഒരു ഓണത്തിന്റെ ഒരു സീസൺ ഈ ഒരു തിരക്ക് മാറുന്നത് വരെ മാത്രമാണ്. കാരണം ഇവിടെയുള്ള ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ്. അത് പെർമനന്റ് സൊല്യൂഷനേ അല്ല, താൽക്കാലികമായിട്ട് ഒരാലോചന മാത്രമാണ് അത് നടത്തിയത്. ആ ബസ്സുകള് മാർക്കറ്റ് റോഡ് പോകാണ്ട് ഇതിലെ ലിങ്ക് റോഡ് കൂടി വന്നിട്ട് നേരെ പഴയ സ്റ്റാൻഡിലേക്ക് ഇതിലെ ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ട് വ്യാപാരികൾക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാർക്കിംഗ് ഇപ്പം കുറച്ചെങ്കിലും പാർക്കിംഗ് ഇപ്പം കിട്ടുന്നത്. അപ്പൊ അതും കൂടെ ഓണ സമയത്ത് ഇല്ലാണ്ടാവുകയും ചെയ്യുന്നത്. മാത്രമല്ല ഇവര് പിന്നെ ബസ് നിർത്തി ലിങ്ക് റോഡില് വാഹനം വെച്ച് കഴിഞ്ഞാൽ ലിങ്ക് റോഡ് കുറച്ച് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ല പാർക്കിംഗ് ചെയ്യുന്നില്ല അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ വടകരയുടെ വണ്ടി ഏക പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ലിങ്ക് റോഡാണ്. വടകര വരുന്ന ഒരു വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ ഏക ഒരു സ്ഥലം അവിടെ മാത്രമേ ഒരു സ്ഥലത്തും വണ്ടി പാർക്ക് ചെയ്യാം. ആ സ്ഥലത്ത് ഇപ്പൊ ബസ്സും കൂടി വരുമ്പോ ഇപ്പൊ ഇത്ര ഏതാണ്ട് ഇപ്പൊ പോയാൽ കാണുന്നു. രാത്രി നടത്തിയിട്ട് തീരുമാനമായിട്ടുണ്ട്. ഒക്ടോബർ 15-നുള്ളിൽ അത് പൂർണ്ണമായിട്ടും പൂർത്തിയാക്കും. അവിടെ മാറ്റി താമസിച്ച വീട്ടുകാർക്ക് വാടക കൊടുക്കാത്ത പ്രശ്നമുണ്ട്. ആ വാടക എത്രയും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് തീരുമാനമായിട്ടുണ്ട്. ഇനി ഏതെങ്കിലും വീട് എക്വയർ ചെയ്യണമെങ്കിൽ ആ കാര്യങ്ങൾ കൂടി NHI പരിശോധിക്കുന്നുണ്ട്. ഇപ്പുറത്ത് പണി കഴിഞ്ഞ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യാതെ ഗ്യാപ്പായിട്ട് വീട്ടുകാർക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതും അടിയന്തരമായി പരിഹരിക്കാൻ വേണ്ടി ഇന്നലത്തെ മീറ്റിംഗിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KSRTC ബസ് ഇപ്പം മാറി വരും. അങ്ങനെ നിർദ്ദേശം ഇപ്പൊ ഈ ഒരു ട്രാഫിക് റെഡിയാവുന്നത് വരെ അങ്ങനെ പോകാനുള്ള നിർദ്ദേശമാണ് ഇപ്പൊ കൊടുക്കുന്നത്. ഇല്ല, അതിനെപ്പറ്റി തീരുമാനം എടുത്തിട്ടില്ല. കാരണം അത് നമ്മളുടെ തലത്തിലും തീരുമാനം എടുക്കാൻ അതോറിറ്റീസിൽ പോയി അവരത് എഗ്രി ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. വളരെയധികം അലൈൻമെന്റ് ഡിഫറൻസ് വരുന്ന പ്രപ്പോസൽസ് ആണ് അതെല്ലാം. അപ്പം അത് കൃത്യമായിട്ട് ടെക്നിക്കൽ ഫീസിബിലിറ്റി നോക്കിയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അറിയാം, സമരം നടക്കുന്ന കാര്യം അറിയാം, പറഞ്ഞല്ലോ. പക്ഷെ ഓരോ ചേഞ്ച് വരുമ്പോഴും അതിൽ വലിയ എമൗണ്ട് ഇൻവോൾവ് ആവുന്നുണ്ട്. അതിനപ്പുറം ഇത് എത്രത്തോളം ഇപ്പൊ ഡിലേ ആയിട്ടുണ്ടോ അത്രത്തോളം ഡിലേ ഇനിയും കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം എല്ലാം കൂടി ആലോചിച്ചിട്ട് അതിന്റെ ടെക്നിക്കൽ ഫീസിബിലിറ്റി വെച്ചിട്ട് എന്താണോ നടപ്പിലാക്കാൻ പറ്റുന്നത് അത് നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യുന്നുണ്ടാവും. ഏതാണ്? ഇല്ല, നിലവിൽ അതിനെ പറ്റിയിട്ട് കൂടുതൽ പ്രപ്പോസൽസ് ഒന്നും വന്നിട്ടില്ല. സ്ഥലമെടുക്കുന്ന ഒറ്റ കാര്യമാണ് കഴിഞ്ഞ ഇതിൽ NHI പറഞ്ഞ്. അത് നമ്മളെ മുക്കാളി ഹാർബർ റോഡിൽ അവിടെ വാഹനങ്ങൾ വീതി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അവിടെ ആ 2 സ്ഥലത്തും സ്ഥലം എക്വയർ ചെയ്യാം എന്നുള്ളതാണ് കഴിഞ്ഞ മീറ്റിംഗിൽ കളക്ടറോട് ടേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ വടകര ടൗണിലെ പല റോഡുകളും വൺവേകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്ന അവസ്ഥയുണ്ട്. നമ്മളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അടുത്ത് ആ റോഡ് താഴോട്ടേക്ക് പോകുന്ന നാടാനത്തേക്ക് പോകുന്ന വഴി വൺവേ ആണ്, ചെറിയ റോഡാണ്. പക്ഷെ അവിടുന്ന് അപ്പുറത്ത് ഇങ്ങോട്ട് വണ്ടി വന്നിട്ട് ആ തിരുവള്ളൂർ റോഡ് മുഴുവൻ ബ്ലോക്കാവുന്ന അവസ്ഥ അത് ഹൈവേ വരെ ബാധിക്കുന്ന സ്ഥിതി. അപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു വഴി കൂടിയാണത്. അത് ബ്ലോക്കാവുന്ന അവസ്ഥ അപ്പുറത്തെ പോലീസുകാരകത്ത് നിൽക്കലുണ്ട്. പക്ഷെ ഇപ്പോൾ ആ സ്ഥിതി കാണുന്നില്ല. അപ്പോൾ സ്ഥിരമായിട്ട് ബ്ലോക്കാവുന്നൊരു സാഹചര്യമുണ്ട്. അത് പോലീസിനെ കൂടുതൽ ഫോഴ്സ് നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം തീരുമാനിച്ചത് ഈ വടകരയിലെ ട്രാഫിക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പഠനം നടത്താൻ വേണ്ടിയിട്ട് NITയിലെ ഒരു ടീമിന് നിർദ്ദേശം കൊടുത്ത് ആ പഠനം നടത്തി നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമുള്ളത് ആ പഠനത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ അടുത്ത മാറ്റങ്ങൾ താൽക്കാലികമായുള്ള ചില മാറ്റങ്ങളാണ് ഇപ്പോൾ ആലോചിച്ചത്. അതാ പറഞ്ഞത് ഒക്ടോബർ 15-നുള്ളിൽ പൂർത്തിയാക്കും. 30 ദിവസത്തെ വർക്കാണ് ഇനി ബാക്കിയുള്ളത്. ആ 30 ഡേയ്സിന്റെ വർക്ക് നമ്മൾ 30 ഡേയ്സ് മഴയില്ലാത്ത ദിവസങ്ങളായിരിക്കും. അപ്പം വളരെ കൺസർവേറ്റീവ് ആയിട്ട് എസ്റ്റിമേറ്റ് വെച്ച് ഒക്ടോബർ 15-നുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനാണ്. അല്ല, അത് അത്രയും അൺപ്രഡിക്റ്റബിലിറ്റി വരുന്നതിന്റെ റീസൺ എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ മഴ എന്ന് പറയുന്ന അത്രയും അൺപ്രഡിക്റ്റബിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പം അത് അക്കോമഡേറ്റ് ചെയ്തിട്ട് നമുക്ക് വർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതാണ് ഈ ഒക്ടോബർ 15 വരെ നമുക്ക് സമയം കൊടുത്തത്. ഫരീദ ഓപ്റ്റിക്സ് വടകര, ഇനി എല്ലാം തെളിഞ്ഞു കാണാം.